പ്രിയമുള്ളവരെ, ആദ്യം തന്നെ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയ താത്കാലിക ജീവനക്കാരൻ ശ്രീ ജോയി അവരുടെ നിര്യാതനത്തിൽ ഖേദം രേഖപ്പെടുത്തുന്നു. വളരെയധികം മനോവിഷമമുണ്ടാക്കിയ വല്ലാത്തൊരു മരണമാണ്. ആ മാലിന്യത്തിൻ്റെ ഇടയിൽ സാധാരണ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന പോലെ അല്ലല്ലോ, ആ വേസ്റ്റും അതിലേക്ക് വീണിട്ട് ആ മലിനമായ ജലം ഉള്ളിൽ ചെന്നൊക്കെ വേദന തോന്നുന്ന ഒരു മരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ആരാരുടെ തലയിൽ വെച്ച് കെട്ടുക എന്നുള്ളൊരു വലിയ ചർച്ചയാണ്. അത്തരം ചർച്ചയ്ക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല. റെയിൽവേക്കായാലും നഗരസഭയ്ക്കായാലും സംസ്ഥാന സർക്കാരിനായാലും ഒക്കെ അതിന് ഒരേ അളവിൽ ഉത്തരവാദിത്തമുണ്ട്. 117 മീറ്ററാണ് റെയിൽവേക്കടിയിലൂടെ ഇത് ഒഴുകുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിലും റെയിൽവേക്കടിയിലൂടെ ഇതുപോലുള്ള തോടുകൾ ഒഴുകുന്നുണ്ട്. വളരെ മാലിന്യം നിറഞ്ഞാണ് ആ തോടുകളൊക്കെ ഒഴുകുന്നത്. അതിൽ ഉദാഹരണമാണ് നമ്മുടെ ചെന്നൈയിലുള്ള കൂവം റിവർ. ഈ കൂവം റിവർ ഈ റെയിൽവേയുടെ അടിയിൽ കൂടെയാണ് അതും പോകുന്നത്. അപ്പോൾ അവിടെയും വളരെ അധികം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ മറ്റുള്ളവർ ശ്രീ വി കെ പ്രശാന്ത് അവർ എല്ലാവരും തന്നെ അവരവരുടെ തലയിൽ നിന്നും ഇത് ഊരി വെക്കാനാണ് നോക്കുന്നത്. ഈ 117 മീറ്റർ മാത്രമല്ല, ഈ തോടിന് ഏകദേശം 10 കിലോമീറ്ററിന് മുകളിൽ തന്നെ 10-15 കിലോമീറ്റർ നീളമുണ്ട്. ഇതിൽ വീഴുന്ന വേസ്റ്റുകൾ ഇതിപ്പോൾ ഒഴുകി അടിഞ്ഞുകൂടി എൻ്റെ പറമ്പിലെത്തുമ്പോൾ നീ അത് കോരി വൃത്തിയായിക്കണം എന്ന് പറയുന്നതിൽ ന്യായമില്ല. എവിടെയെല്ലാമാണോ അഴിഞ്ഞു കിടക്കുന്നത്, നിങ്ങൾ അതിൻ്റെ പല ഫോട്ടോസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ആ ഫോട്ടോസിലെല്ലാം തന്നെ വളരെ വൃത്തിഹീനമായിട്ടാണ് ഈ തോടിൻ്റെ പല കരകളും ഉള്ളത്. സ്ഥലങ്ങളും കണ്ടാൽ തന്നെ ആ വേസ്റ്റ് ബിന്നിൽ വേസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല, എന്നാലും അതിന് ചുറ്റും വേസ്റ്റ് ഉണ്ട്. വേസ്റ്റ് ഇടാനുള്ള സൗകര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗങ്ങളിലും കുറവാണ്. ആ സാഹചര്യത്തിൽ അവിടെ ധാരാളം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് ആൾക്കാരെല്ലാം മാലിന്യം തോട്ടിലേക്ക് വലിച്ചെറിയുന്നതെല്ലാം തടയാനുള്ള കർശനമായ നിയമവും നിയന്ത്രണവും കൊണ്ടുവരാൻ നഗരസഭയ്ക്ക് കഴിയും. പൊതു കാര്യം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിന് ഒരു നടപടി സ്വീകരിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ജോയി എന്ന വ്യക്തിയുടെ മരണത്തിന് ശേഷമാണിപ്പോൾ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനെ കുറിച്ചും അതിലെ മാലിന്യങ്ങൾ തള്ളപ്പെടുന്നതിനെ കുറിച്ചും മാലിന്യം എടുത്തു മാറ്റേണ്ടതിനെ കുറിച്ചും ഒക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അദ്ദേഹം മരിച്ചതിന്റെ പേരിലാണോ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ നഗരത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഓവുചാലുകളായി അവിടെയുള്ള തോടുകൾ മാറിയിരിക്കുന്നു. തോടുകൾ വൃത്തിയായി സൂക്ഷിക്കണം. നമ്മുടെ എറണാകുളമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലേക്ക് വന്നിരുന്ന തോടിന്റെയൊക്കെ കളർ എന്താണ്, ആ വെള്ളത്തിന്റെ നിറം എന്താണ്, അതുപോലെ ആയി വളരെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ളത്. ഇത് പരസ്പരം നിങ്ങൾ പഴിചാരാതെ ആർക്കാണോ ഇത് കൊടുക്കാൻ അർഹതയുള്ളത് ആ വ്യക്തിക്ക് രണ്ടുപേരും, ഇപ്പോൾ കോടതിയും പറഞ്ഞു ആ 117 വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. ശരി, ആയിക്കോട്ടെ. ബാക്കി എത്രയോ കിലോമീറ്റർ കിടക്കുന്നു. അവിടെ എല്ലാം ഇടുന്ന മാലിന്യമാണ് ഈ ഒഴുകി വന്ന് ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടുന്നത്. അതുവഴി ഒഴുകിപ്പോയിട്ട് പിന്നെയും വേറെ സ്ഥലങ്ങളിലൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ എന്താ പറയുക, ഈ 117 മീറ്റർ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തിയതെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മനുഷ്യന്റെ ജീവനാണ്. അത് വെച്ചിട്ട് ആരും രാഷ്ട്രീയം കളിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റെയിൽവേയുടെ മേലെ കൊണ്ടിടുമ്പോൾ നേരെ കേന്ദ്രത്തിലോട്ട് പോകുമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ചുപേർ അതിന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ കളികൾ, ഇതൊരു വിവാദമേ അല്ല. രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തങ്ങളുണ്ട്. റെയിൽവേയുടെ മാലിന്യം മാത്രമല്ല ആ പാലത്തിന്റെ അടിയിൽ അടിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ആ തോടിന്റെ കരയിൽ താമസിക്കുന്ന പലരും വലിച്ചെറിഞ്ഞ പല പല കടകളുടെ മാലിന്യങ്ങൾ അതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. നന്ദി.